ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തല അജിത്ത് നായകനെ ആദിത്യ വിജയേന്ദ്രൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 വ്യാഴാഴ്ച വിഷു റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 9 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ തമിഴ്നാട്ടിൽ 116 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ നിന്ന് 12 കോടി 25 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 5 കോടിയും കളക്ട് ചെയ്ത ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 3 കോടി 80 ലക്ഷം രൂപയാണ്. ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി 70 ലക്ഷവും സ്വന്തമാക്കിയ ഈ സിനിമയുടെ ആദ്യ 8 ദിവസത്തെ ഡൊമസ്റ്റിക് കളക്ഷൻ 139 കോടി 25 ലക്ഷം രൂപയാണ്. ചിത്രം വിദേശ കളക്ഷനായി സ്വന്തമാക്കിയത് 55 കോടി 75 ലക്ഷം രൂപയാണ്. ടോട്ടൽ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 195 കോടി രൂപയുമാണ്. 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 25 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 4 കോടി 5 ലക്ഷം രൂപയാണ്. 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച തമിഴ്നാട് കളക്ഷനായി 7 കോടി 80 ലക്ഷമാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. അങ്ങനെ 124 കോടിയോളം രൂപയാണ് ഈ സിനിമയുടെ 9 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ. 9 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 208-210 കോടി റേഞ്ചിലാണ്. വിഷു റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മലയാള സിനിമ ആലപ്പുഴ ജിങ്കാനയാണ്. നസ്ലിൻ നായകനായി ഖാലിദ് റഹ്മാൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 2 കോടി 39 ലക്ഷം രൂപയാണ്. ആദ്യ 8 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 23 കോടി 20 ലക്ഷം കളക്ട് ചെയ്തിരുന്ന ഈ സിനിമ അങ്ങനെ 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയോടെ 25 കോടി 59 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആലപ്പുഴ ജിംഖാനയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 43-44 കോടി റേഞ്ചിലുമാണ്. മമ്മൂട്ടി നായകനായി ടിനോ ടെന്നീസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. വിഷു റിലീസായി ഏപ്രിൽ 10 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ ടോട്ടൽ 12 കോടി 30 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 9 ദിവസത്തെ കേരള കളക്ഷൻ. ബസൂക്കയുടെ ആദ്യ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 24 കോടി 65 ലക്ഷം രൂപയുമാണ്. ബേസിൽ ജോസഫ് നായകനായി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 വ്യാഴാഴ്ച വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മരണമാസ്. ഈ ചിത്രം വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസം കേരള കളക്ഷനായി സ്വന്തമാക്കിയിരുന്നത് 8 കോടി 27 ലക്ഷം രൂപയായിരുന്നു. 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 70 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് 8 കോടി 97 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ 8 ദിവസം കൊണ്ട് 13 കോടി 35 ലക്ഷം കളക്ട് ചെയ്തിരുന്ന ഈ സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 14 കോടിക്ക് മുകളിലാണ്. ആദ്യ വാരത്തേക്കാൾ മികച്ച റെസ്പോൺസ് 2-ാം വാരത്തിൽ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് മരണമാസിന്റെ നിലവിലെ പോസിറ്റീവ് ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് 27-ന് തിയേറ്ററിലെത്തിയ എമ്പുരാൻ എന്ന സിനിമ ആദ്യ 23 ദിവസം പിന്നിട്ട് 24-ാം ദിവസമായ ശനിയാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. കേരളത്തിൽ 23-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ 21 ലക്ഷം രൂപയായിരുന്നു. നിലവിൽ 86 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ചില വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ജർമ്മൻ കളക്ഷനായി ഈ സിനിമ ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത് 3 കോടി 60 ലക്ഷം രൂപയാണ്. ന്യൂസിലൻഡിൽ നിന്ന് 22 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തത് 1 കോടി 61 ലക്ഷം രൂപയുമാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് ആദ്യ 22 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 7 കോടി 67 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ലോകമെമ്പാടുമായി 266 കോടിയോളം രൂപ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ കളക്ഷനുമായി ബന്ധപ്പെട്ട് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഷെയറുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ 115 കോടിയോളം രൂപയാണ് ഇതുവരെയായി സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതേസമയം ബിസിനസ്സിലൂടെ വമ്പൻ തുക ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഏപ്രിൽ 24-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റുമാണ്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.